നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മാനസികമാകുന്ന വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നീങ്ങാൻ കാരണമാണ് സ്വലാത്ത്. മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഞാൻ സ്വലാത്ത് ചൊല്ലാൻ ലക്ഷ്യം വെക്കുന്നു ഹബീബേ. എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന നാലിലൊരു ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നു. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഒരു സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ ഖൈറാണ്, അധികരിപ്പിച്ചാൽ ഖൈറാൻ. അധികരിപ്പിച്ചാൽ നിനക്കാണ് നേട്ടം. സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ മേൽ സ്വലാത്ത് ചൊല്ലലിലൂടെ നേട്ടം കിട്ടുന്നത് നമുക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന മുക്കാൽ ഭാഗവും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ്, ഖൈറാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എൻ്റെ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സമയം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വിനിയോഗിക്കുന്നു. യാ റസൂലല്ലാഹ്, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഇദൻ തുക്ഫാ ഹമ്മുക വയുഗ്ഫറു ലക ദംബുക. രണ്ട് കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഓഫർ നൽകുന്നത്. ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ വിനിയോഗിക്കുമെന്ന് ഒരു സ്വഹാബി നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി തിരിച്ചു കൊടുക്കുന്ന മറുപടി, എന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങുമേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചൊല്ലണം സ്വലാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വലാത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. ഈ റബീഉൽ അവ്വൽ മാസം എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി, എത്ര ദിക്ർ നമ്മൾ ചൊല്ലി, ചിന്തിക്ക്. ഇതൊന്നും നമുക്ക് നാളെ ആഖിറത്തിൽ ഇതൊന്നും പ്രതിഫലം കിട്ടാതിരിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലായിക്കോ, അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ചെല്ലാം, അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ. ആ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുക.